ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സ്കിൻ കെയർ ക്രീമാട്ടോ കാണിച്ചത്. നമ്മുടെ കോട്ടയ്ക്കലിൻ്റെ വിബ സ്കിൻ കെയർ ക്രീമാണ്. നമ്മുടെ ഫേസ് ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നു, ഒരു ബ്രൈറ്റ്നസ് ഇല്ല, ഒരു ഈവൺ സ്കിൻ ടോൺ നിങ്ങൾക്കില്ലെങ്കിൽ ഈ ക്രീം നിങ്ങൾക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാനും ഡള്ളായിരിക്കുന്നതൊക്കെ ഒന്ന് മാറ്റാനും നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ക്രീമാണിത്. അപ്പോൾ ഞാൻ കുറച്ച് കാലം യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. പോസിറ്റീവ് സൈഡ് മാത്രമല്ല, ഇത് നെഗറ്റീവ് സൈഡ് ഇതിനുണ്ട് കേട്ടോ. ഇത് പേരാല്, അരയാല്, മഞ്ചിഷ്ട, മഞ്ഞൾ, വെളിച്ചെണ്ണ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ക്രീമാണ്. വെളിച്ചെണ്ണ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഓയിൽ സ്കിന്നുള്ളവർ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, കാരണം പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് നൈറ്റിലായിരിക്കണം. നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ നൈറ്റിൽ യൂസ് ചെയ്യുമ്പോൾ നല്ലത്, കാരണം വെയിലത്തൊന്നും ഇറങ്ങാതിരിക്കുക, മുഖം കരിവാളിച്ച് പോകും. നമ്മുടെ ഫേസൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് ഓവർ നൈറ്റ് വയ്ക്കുക. രാവിലെ എണീറ്റ് ഇത് വാഷ് ചെയ്ത് കളയുക. സോപ്പൊന്നും ഉപയോഗിക്കേണ്ട, വെറുതെ പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക കേട്ടോ. ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ചിലവർ ഇതൊരു മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇതിന് മുകളിൽ പൗഡറൊക്കെ ഇട്ട് പോകുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്ത് നമുക്ക് സ്കിൻ ഭയങ്കര ഡള്ളായി പോവും, അതുപോലെ കരിവാളിച്ച് പോകാനുള്ള ടാൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കും. ഒരു 2-3 ഷെയ്ഡ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. പക്ഷേ ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ കളർ പഴയ പോലെ തന്നെ, പഴയതിനും ചിലപ്പോൾ ഒന്നുകൂടെ ഡാർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിത് 1 മന്തൊക്കെ യൂസ് ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്താൽ ഇതൊരു 3-4 ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ പഴയ സ്കിൻ ടോണിലോട്ട് തന്നെ വരാനുള്ള ചാൻസ് ഉണ്ടെന്നല്ല, അത് പഴയ സ്കിൻ ടോണിലോട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേറൊരു നെഗറ്റീവ് വശം എന്ന് പറഞ്ഞാൽ നമ്മളിത് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്കൊരു 3-4 ദിവസം നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു 1 വീക്കായിട്ട് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തെങ്കിലും അസുഖം മൂലം അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയതുകൊണ്ട് നിങ്ങൾക്കിത് 3-4 ദിവസം യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുന്നത്. ഈ 4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിത് യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരും, അതുപോലെ നമ്മുടെ ഫേസ് ഭയങ്കര ഡള്ളായി പോവുകയും ചെയ്യും കേട്ടോ. അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ ഇത് ആയുർവേദ ക്രീം ആണെങ്കിലും ഇതിനകത്ത് ഇത് കേടാവാതിരിക്കാൻ ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആയുർവേദ ക്രീം ആണെങ്കിലും ഇതിൽ കെമിക്കൽസ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നും ഇത് എന്താ പറയുക, ഒരു ലോങ് ടൈം നമുക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പെട്ടെന്ന് ഒരു ദിവസം സ്റ്റോപ്പ് ആക്കുക. 1 മന്ത് യൂസ് ചെയ്തിട്ട് പിറ്റേ ദിവസം മുതൽ നമ്മൾ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ ഡൾനെസ് വരാനും ബ്രൈറ്റ്നെസ് ഒക്കെ പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ഫേസ് പാക്കുകൾ, നമ്മൾ വീട്ടിൽ ചെയ്യുന്ന നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഫേസ് പാക്കുകൾ ഡെയിലി ഇത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ബ്രൈറ്റ്നെസ് പോവാതിരിക്കാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിഗ്മെൻറ്റേഷൻ നമുക്കുണ്ടെങ്കിൽ ഈ ക്രീം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ പെട്ടെന്ന് റിഡ്യൂസ് ആകും കേട്ടോ. പക്ഷേ അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ പിഗ്മെൻറ്റേഷൻ എല്ലാം വീണ്ടും നമ്മുടെ ഫേസിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ചിലവർക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഒരു റിസൾട്ട് പോലും കിട്ടാത്ത ആൾക്കാരുണ്ട്. എല്ലാവർക്കും അങ്ങനെ റിസൾട്ട് കിട്ടുന്നില്ല, എല്ലാവർക്കും ഒരേ സ്കിൻ ടൈപ്പ് ആവണമെന്നില്ല. ചിലവർക്ക് നല്ല റിസൾട്ട് കിട്ടും, ചിലവർക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു റിസൾട്ടും ഇല്ല. അത് മാത്രമല്ല ഫേസിൽ അപ്പടി പിമ്പിൾസ് വരാനും അതുപോലെ ഫേസ് നല്ല ഡള്ളായി പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. എനിക്ക് നല്ല മാറ്റമുണ്ട്, 2-3 ഷെയ്ഡൊക്കെ എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടാകും. പക്ഷെ ഇത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ എൻ്റെ സ്കിൻ ടോൺ പഴയ പോലെ ആവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഈ ക്രീം കണ്ട, കോട്ടയ്ക്കലിൻ്റെ സ്കിൻ കെയർ ക്രീമാണ്. വിഭ എന്ന് പറഞ്ഞൊരു ക്രീമാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 80 രൂപയാട്ടോ. ഒരു ട്യൂബ് നമുക്ക് വളരെ കാലം യൂസ് ചെയ്യാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആയുർവേദ ക്രീമാണെങ്കിൽ ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കളർ പോവുകയാണെങ്കിലും നമ്മൾ ഈ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കളർ അതേപോലെ തന്നെ നിലനിർത്താനായിട്ട് നമുക്ക് പറ്റും. കാരണം നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഫേസ് പാക്കുകൾ കണ്ടുപിടിച്ച് അത് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നിട്ടുള്ള കാര്യം കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്.